ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. DBMSനകത്തെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡേറ്റ മോഡൽസ്. അതുപോലെ തന്നെ ഡേറ്റ മോഡൽസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കീമ, ഡേറ്റാബേസ് സ്കീമ, ഇൻസ്റ്റൻസ്, അതുപോലെ തന്നെ ഡേറ്റാബേസ് സ്റ്റേറ്റ്. ഫസ്റ്റ് വൺ, ഡേറ്റ മോഡൽസ്. ഡേറ്റ മോഡൽ ഈസ് ദ മോഡലിംഗ് ഓഫ് ദ ഡേറ്റ ഡിസ്ക്രിപ്ഷൻ, ഡേറ്റ സെമാൻറ്റിക്സ് ആൻഡ് കൺസിസ്റ്റൻസി കൺസ്ട്രെയിൻസ് ഓഫ് ദ ഡേറ്റ. It provides the conceptual tools for describing the design of a database at each level of data abstraction. നമ്മൾ ഡേറ്റാബേസിൻ്റെ അപ്രോച്ചസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് നമ്മുടെ ഡേറ്റാബേസിൻ്റെ അല്ലെങ്കിൽ DBMSൻ്റെ ഒരു ഫീച്ചറാണ്. എന്താ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതായത് ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയുടെ ഫിസിക്കൽ സ്റ്റോറേജിനെ പറ്റിയോ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയോ സൈസോ ബൈറ്റ്സിൻ്റെ സൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ എന്താണോ അത് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡേറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഡേറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളുടെയും ടൂൾസിൻ്റെയും ഒരു കളക്ഷനാണ് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഡേറ്റാബേസിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേയധികം ടൂൾസിന് പറയുന്ന പേരാണ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഒരുപാട് ഡേറ്റ മോഡൽസ് ഉണ്ട്. മെയിനായിട്ടും ഡേറ്റ മോഡൽസിനെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റിലേഷണൽ ഡേറ്റ മോഡൽ, സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡേറ്റ മോഡൽ ആൻഡ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ. ഇത് കൂടാതെ ഇതിനകത്ത് തന്നെ പല സബ്ബായിട്ട് വരുന്ന ഡേറ്റ മോഡൽസും ഉണ്ട്. അപ്പം മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് 4ആയിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേഷണൽ ഡേറ്റ മോഡൽ. ദിസ് ടൈപ്പ് ഓഫ് മോഡൽ ഡിസൈൻസ് ദ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ് വിത്തിൻ എ ടേബിൾ. Thus a relational model uses tables for representing data and in between relationships. Tables are also called relations. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ DBMSനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ മോഡലാണ് റിലേഷണൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. EF കോഡ് എന്ന് പറയുന്ന ഒരാളാണ് ഈ റിലേഷണൽ ഡേറ്റ മോഡൽ കണ്ടുപിടിച്ചത്. ഇതിനകത്ത് മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റകളെ ടേബിൾ ഫോമിലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റകളെ ടേബിൾ ഫോർമാറ്റിലാണ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഇനി ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോളംസിൻ്റെയും റോസിൻ്റെയും കളക്ഷനെയാണ് നമ്മളൊരു ടേബിൾ എന്ന് പറയുന്നത്. ആ ടേബിളിന് തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റിലേഷൻ എന്ന്. ഒരു ടേബിളിനെ നമുക്ക് റിലേഷൻ എന്നും പറയാം. അപ്പോൾ ഇതുപോലെയുള്ള കുറേയധികം റിലേഷൻസിൻ്റെ കളക്ഷനോ അല്ലെങ്കിൽ ടേബിളുകളുടെ കളക്ഷനോ ആയിട്ടായിരിക്കും നമ്മൾ ആ ഡേറ്റാബേസിനകത്ത് ഡേറ്റകളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് മോഡലിനകത്ത്? റിലേഷണൽ ഡേറ്റ മോഡലിനകത്ത്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന റിലേഷണൽ ഡേറ്റ മോഡലിനകത്തെ കാര്യങ്ങൾ. അതായത് ടേബിൾ ഫോർമാറ്റിലാണ് ഡേറ്റകളെ ഡിസൈൻ ചെയ്യുന്നത്. കോളംസും റോസും കൂടെ കൂടുന്നതാണ് ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ കണ്ടുപിടിച്ചത് ആരാണ്? EF കോഡ് എന്ന് പറയുന്ന ആളാണ്. ടേബിൾസിന് പറയുന്ന മറ്റൊരു പേരാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡേറ്റ മോഡൽ. രണ്ടാമത്തെ ഡേറ്റ മോഡലാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ER മോഡൽ ഈസ് ദ ലോജിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ആസ് ഒബ്ജക്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ് എമൗങ് ദം. ദീസ് ഒബ്ജക്ട്സ് ആർ നോൺ ആസ് എൻറ്റിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ എമൗങ് ദീസ് എൻറ്റിറ്റീസ്. ഇറ്റ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡേറ്റാബേസ് ഡിസൈനിങ്. A set of attributes describe the entities. For example, student name, student ID describes the student entity. A set of the same type of entities is known as an entity set, and the set of the same type of relationships is known as relationship sets. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡേറ്റ മോഡൽ, അതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത്. നമുക്കതിനെ ഷോർട്ടായിട്ട് ER മോഡൽ എന്നും പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡിലുള്ള ഡേറ്റകളെ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്താണ് ഡിസൈൻ ചെയ്യുന്നത്. റിയൽ വേൾഡിലുള്ള ഡേറ്റകളെ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിന് പറയുന്ന പേരാണ് എൻറ്റിറ്റി. ഇപ്പോൾ റിയൽ വേൾഡിലുള്ള ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് എൻറ്റിറ്റി. ആ എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡേറ്റ മോഡൽ യൂസ് ചെയ്യുന്നത്. അതായത്
റിയൽ വേൾഡിനകത്തുള്ള പല ഒബ്ജക്റ്റുകൾ എടുക്കുന്നു. ആ ഒബ്ജക്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്സ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ER ഡയഗ്രാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ER ഡേറ്റ മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ER ഡേറ്റ മോഡലിനകത്തെ ഒരു ഒബ്ജക്റ്റിന് പറയുന്ന പേരാണ് എൻറ്റിറ്റി. അതുപോലെ തന്നെ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി പീറ്റർ എന്ന് പറയുന്ന ആളാണ് ഈ മോഡൽ ഡിസൈൻ ചെയ്തത്. പിന്നെ ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് വരാം. അപ്പോൾ ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസിന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡിലുള്ളൊരു ഡേറ്റയാണ് അല്ലേ. അപ്പോൾ ആ ഡേറ്റ നമ്മൾ ഒരു എൻറ്റിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡേറ്റയ്ക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വരാം? ഒരു സ്റ്റുഡൻ്റ് ആകുമ്പം അയാൾക്ക് നെയിം ഉണ്ടാകാം, രജിസ്റ്റർ നമ്പർ ഉണ്ടാകാം, അതുപോലെ തന്നെ ക്ലാസ്, കോഴ്സ്, അയാൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, കോളേജിൻ്റെ നെയിം, ഇതെല്ലാം ആരുടെ പ്രോപ്പർട്ടിയാണ്? ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇനി അടുത്തൊരു ടേമാണ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ടൈപ്പിലുള്ള കുറേയധികം എൻറ്റിറ്റികളുടെ കളക്ഷനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് സെറ്റ്. ഇതുപോലെ തന്നെ സെയിം ടൈപ്പിലുള്ള കുറേയധികം റിലേഷൻഷിപ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ടേമൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് ഓർത്ത് വെക്കുക. എന്താണ് ER മോഡൽ, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, എൻറ്റിറ്റി എന്താണ്, അതുപോലെ തന്നെ ആരാണ് കണ്ടുപിടിച്ചത്, എൻറ്റിറ്റി സെറ്റ് എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, റിലേഷൻഷിപ്പ് സെറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. അടുത്തൊരു മോഡലാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ. ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ER മോഡൽ വിത്ത് നോഷൻസ് ഓഫ് ഫങ്ഷൻസ്, എൻക്യാപ്സുലേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി as well. This model supports a rich type system that includes structured and collection types. Thus, in 1980s, various database systems following the object-oriented approach were developed. Here, the objects are nothing but the data carrying its properties. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പേരിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്? ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ. നമ്മൾ CPPക്കകത്തൊക്കെ പഠിക്കുന്നുണ്ട് ഊപ്സ് കൺസെപ്റ്റുകൾ അല്ലേ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ. ഡേറ്റ ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, ഇൻഹെറിറ്റൻസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള പല കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ എന്നൊക്കെ പറഞ്ഞ് പല കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റുകൾ നമ്മൾ ഈ ഡേറ്റാബേസുമായിട്ട് കൂട്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡേറ്റ മോഡൽസിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ. ഇനി അടുത്തതാണ് ഫോർത്ത് വൺ, സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡൽ. This type of data model is different from the other three models. The semi-structured data model allows the data specifications at places where the individual data items of the same type may have different attribute sets. The extensible markup language, also known as XML, is widely used for representing the semi-structured data. Although XML was initially designed for including the markup information to the text document, it gains importance because of its application in the exchange of data. സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയും സ്കീമയും ഒരുപോലെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടും ഡിഫറെൻറ്റ് പാർട്ടായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഡേറ്റയും സ്കീമയും ഒന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ XML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇമെയിൽ എന്നൊക്കെ പറയുന്നത് സെമി സ്ട്രക്ചേർഡ് ഡേറ്റയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ഇത്രയാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ മോഡൽസ്. ഇനി ആ ഡേറ്റ മോഡൽസിനകത്ത് വരുന്ന കുറച്ച് ടേംസ് ആണ് സ്കീമ, ഇൻസ്റ്റൻസ്, അതുപോലെ തന്നെ ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. The data in the database at a particular moment in the time is called a database state or a snapshot. അത് നിങ്ങൾ ഓർത്ത് വെക്കുന്ന ഡെഫിനിഷനാണ് കേട്ടോ. The data in the database at a particular moment in time is called a database state or snapshot. അതായത് ഒരു ഡേറ്റാബേസിനകത്തെ ഡേറ്റകൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ പറയുന്ന പേരാണ് ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട്
ഒരു ബാങ്കിൻ്റെ ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ രാവിലെ 10 മണിക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റകളായിരിക്കത്തില്ല ചിലപ്പം വൈകുന്നേരം 4 മണിയാകുമ്പോൾ നോക്കുന്നത്. അതിനകത്ത് ഡേറ്റകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയൽ വേയിലുള്ള ഡേറ്റകളല്ലേ, അപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 10 മണിക്ക് നോക്കുന്ന ആ ഒരു സമയത്തെ ഡേറ്റകളുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, അതൊരു ഡേറ്റാബേസ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 4 മണിക്ക് നോക്കുന്ന ആ ഡേറ്റാബേസ് എന്ന് പറയുന്നത് അത് മറ്റൊരു ഡേറ്റാബേസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്ന ആ ഡേറ്റാബേസിന് പറയുന്ന പേരാണ് ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ കറണ്ട് സെറ്റ് ഓഫ് ഒക്കുറൻസസ് ഓർ ഇൻസ്റ്റൻസസ് ഇൻ ദ ഡേറ്റാബേസ്. The data which is stored in the database at a particular moment of time is called an instance of the database. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്ന ഡേറ്റാബേസിനകത്ത് ഡേറ്റകൾക്ക് പറയുന്ന പേരാണ് ഇൻസ്റ്റൻസ് ഓഫ് ഡേറ്റാബേസ്. നമ്മളൊരു 10 മണിക്ക് ഉള്ള ഡേറ്റാബേസിനകത്ത് ഡേറ്റ എടുക്കുകയാണെങ്കിൽ അതൊരു ഇൻസ്റ്റൻസ് ആണ്. 12 മണിക്ക് എടുക്കുന്ന ഡേറ്റാബേസിനകത്ത് ഡേറ്റകൾ അത് മറ്റൊരു ഇൻസ്റ്റൻസ് ആണ്. അപ്പം ഈ ഡേറ്റാബേസിനകത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റകൾക്ക് പറയുന്ന പേരാണ് ഇൻസ്റ്റൻസ് എന്ന്. അതുപോലെ തന്നെ പർട്ടിക്കുലർ ടൈമിൽ ഒരു ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡേറ്റാബേസ് സ്റ്റേറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കി. The overall design of a database is called schema. അതും ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റാബേസിൻ്റെ ഓവറോൾ ഡിസൈൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷന് പറയുന്ന പേരാണ് സ്കീമ. The description of a database is called the database schema, which is specified during database design and it is not expected to change frequently. അപ്പോൾ ഒരു ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ എഴുതി വെക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്, സ്കീമ എന്ന് പറയുന്നത്. ഒരു ഡേറ്റാബേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം, എന്തൊക്കെ ഡേറ്റകൾ വരാമെന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്കീമ. Most data models have certain conventions for displaying schemas as diagrams. A displayed schema is called schema diagram. കോമൺ ആയിട്ട് നമ്മൾ ഡേറ്റാബേസിൻ്റെ സ്കീമാനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയഗ്രാം എന്നുള്ളൊരു ഫോമിലാണ്. അപ്പം അങ്ങനെയുള്ള ഡയഗ്രാം യൂസ് ചെയ്താണ് നമ്മൾ സ്കീമ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്കീമ ഡയഗ്രാം. അതായത് ഡേറ്റാബേസിൻ്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷനാണ് സ്കീമ എന്ന് പറയുന്നത്. ആ സ്കീമ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയഗ്രാംസ് ആയിട്ടാണ്. അങ്ങനെയുള്ള ഡയഗ്രാംസിന് പറയുന്ന പേരാണ് സ്കീമ ഡയഗ്രാം. അടുത്ത പോയിന്റ്, എ ഡേറ്റാബേസ് സ്കീമ ഈസ് ദ സ്കെൽട്ടൺ സ്ട്രക്ചർ ഓഫ് ദ ഡേറ്റാബേസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ലോജിക്കൽ വ്യൂ ഓഫ് ദ എൻ്റയർ ഡേറ്റാബേസ്. അപ്പോൾ സ്കീമ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഡേറ്റാബേസിനടുത്തുള്ള ഡേറ്റകളുടെ ഒരു ലോജിക്കൽ വ്യൂ ആണ് സ്കീമ നൽകുന്നത്. അതായത് ആ ഡേറ്റാബേസിനകത്ത് എന്തൊക്കെ ഡേറ്റകളുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽസ് ആണ് സ്കീമ നൽകുന്നത്. അടുത്ത പോയിന്റ്, എ സ്കീമ കണ്ടെയ്ൻസ് സ്കീമ ഒബ്ജക്ട്സ് ലൈക്ക് ടേബിൾ, ഫോറിൻ കീ, പ്രൈമറി കീ, വ്യൂസ്, കോളംസ്, ഡേറ്റ ടൈപ്സ്, സ്റ്റോർഡ് പ്രൊസീജിയർ എക്സെട്ര. അപ്പോൾ അടുത്ത പോയിന്റ്, സ്കീമ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയഗ്രത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ സ്കീമയുടെ ടേബിൾ വരാം, അതായത് ടേബിൾ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേബിൾ വരാം. അതിനകത്ത് ഫോറിൻ കീയോ പ്രൈമറി കീയോ അങ്ങനെയുള്ള ഡേറ്റകളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ്, എ ഡേറ്റാബേസ് സ്കീമ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദ വിഷ്വൽ ഡയഗ്രാം. ദാറ്റ് ഡയഗ്രാം ഷോസ് ദ ഡേറ്റാബേസ് ഒബ്ജക്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കീമ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പല ഡേറ്റാബേസുകളുണ്ടെങ്കിൽ പല സ്കീമ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അടുത്ത പോയിന്റ്, എ ഡേറ്റാബേസ് സ്കീമ ഈസ് ഡിസൈൻഡ് ബൈ ദ ഡേറ്റാബേസ് ഡിസൈനേഴ്സ് ടു ഹെൽപ്പ് പ്രോഗ്രാമേഴ്സ് ഹൂസ് സോഫ്റ്റ്വെയർ വിൽ interact with the database. The process of database creation is called data modeling. അപ്പോൾ ഡേറ്റാബേസ് ഡിസൈനേഴ്സ് ആണ് ഈ സ്കീമാനെ ഡിസൈൻ ചെയ്യുന്നത്. സ്കീമ ഡയഗ്രത്തിനെ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്കീമ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ മോഡലിംഗ്. ഡേറ്റാബേസിൻ്റെ ബേസിൽ സ്കീമാസും അതുപോലെ തന്നെ ഡേറ്റാബേസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ മോഡലിംഗ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ,
സ്കീമ ഡയഗ്രത്തിന് എക്സാമ്പിളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കി, അവിടെ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയുന്നത് ഓരോ ഡേറ്റാബേസിൻ്റെ നെയിമുകളാണ്, അല്ലെങ്കിൽ സ്കീമയുടെ നെയിമുകളാണ്. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കീമയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നെയിം വരുന്നുണ്ട്, സ്റ്റുഡൻറ്റ് നമ്പർ വരുന്നുണ്ട്, ക്ലാസ് വരുന്നുണ്ട്, മേജർ എന്ന് പറയുന്ന ഒരു കോളം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് ആണ് സ്കീമ ഡയഗ്രത്തിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്തുള്ള ഡേറ്റാബേസുകളാണ്, പല ഡേറ്റാബേസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റാബേസ് നോക്കുമ്പോൾ തന്നെ, സ്കീമ നോക്കുമ്പോൾ തന്നെ ആ ഡേറ്റാബേസിനകത്ത് എന്തൊക്കെ ഡേറ്റകളാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. സ്കീമയും സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. When we define a new database, we specify its database schema only to the DBMS. At this point, the corresponding database state is the empty state with no data. We get the initial state of the database when the database is first populated or loaded with the initial data. From then on, every time an update operation is applied to the database, we get another database state. At any point in time, the database has a current state. അപ്പം നമുക്കറിയാം, ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം തന്നെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റാബേസിൻ്റെ സ്കീമായും കൂടെ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഡേറ്റ ഉണ്ടാവുമോ? ഇല്ല. ആ ഒരു ടൈമിനുള്ള സ്റ്റേറ്റാണ് എംപ്റ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡേറ്റാബേസിനകത്ത് ഡേറ്റ ഇല്ലാത്ത സ്റ്റേറ്റ് എന്ന് പറയുന്ന പേരാണ് എംപ്റ്റി സ്റ്റേറ്റ്. ഇനി ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനകത്തോട്ട് നമ്മൾ ഡേറ്റകൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റകൾ നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ആണ് എന്ത്? കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡേറ്റാബേസിനകത്ത് നമ്മൾ ഡേറ്റകൾ ഫില്ല് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റ് നമ്മൾ ആ ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്റ്റേറ്റും കൂടെ ഉണ്ട്, വാലിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. The DBMS is partially responsible for ensuring that every stage of the database is a valid state. That is, a state that satisfies the structure and constraints specified with schema. The DBMS stores the descriptions of the schema, construct and constraints, also called the metadata. So, valid state എന്ന് പറഞ്ഞാൽ ഇതാണ്. DBMSന്റെ പല സ്റ്റേറ്റുകളുണ്ട്. എംപ്റ്റി സ്റ്റേറ്റ് ഉണ്ട്, കറന്റ് സ്റ്റേറ്റ്, അങ്ങനെ പല സ്റ്റേറ്റുകളുണ്ട്. ഓരോ സ്റ്റേറ്റിനകത്തും നമ്മൾ സ്കീമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന റൂൾസും സ്ട്രക്ചറും ഒക്കെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഡേറ്റാബേസ് എങ്ങനെയാണെന്ന് പറയാം? വാലിഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാം. അതാണ് വാലിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്കീമയ്ക്കകത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഡേറ്റാബേസിലോട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റിന് പറയുന്ന പേരാണ് വാലിഡ് സ്റ്റേറ്റ്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെറ്റാഡേറ്റയാണ്. അതായത് ഡേറ്റാബേസിനകത്തെ ഡിസ്ക്രിപ്ഷൻസും അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ്, അങ്ങനെയുള്ള ഡേറ്റാബേസിനകത്തെ ഡേറ്റയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്ന പേരാണ് മെറ്റാഡേറ്റ. അല്ലെങ്കിൽ ഡേറ്റ എബൌട്ട് ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് മെറ്റാഡേറ്റ. ഇനി പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്കീമയ്ക്ക് പറയുന്ന ചില സമയത്ത് പറയുന്ന മറ്റൊരു പേരാണ് ഇൻറ്റൻഷൻ എന്ന്. അതുപോലെ തന്നെ ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എക്സ്റ്റൻഷൻ എന്ന്. അപ്പോൾ സ്കീമയും ഡേറ്റാബേസ് സ്റ്റേറ്റിൽ നിന്നും ഡിഫറൻസ് മനസ്സിലായല്ലോ. സ്കീമ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൻ്റെ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പേരാണ് സ്കീമ, അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്ന പേരാണ് സ്കീമ. ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്ന പേരാണ് ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എംപ്റ്റി സ്റ്റേറ്റ് ആകാം, കറണ്ട് സ്റ്റേറ്റ് ആകാം, അതുപോലെ തന്നെ വാലിഡ്